ഇവിടെ ആരുമില്ലേ? ആരാ? ഇവിടെ ആണുങ്ങളാരുമില്ലേ? ആ ഉണ്ടല്ലോ. പ്രാഞ്ചേട്ടാ, പ്രാഞ്ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. എന്തോടേ? ഒന്നിങ്ങോട്ട് വാ. ആ കേറിയിരിക്ക്. ആരാ? ഓർമ്മണ്ടാ? എനിക്കത് ഞാനത് ആലോചിക്കണ എവിടെയോ കണ്ട് എവിടെയോ കണ്ട് മറന്ന മോന്ത അല്ലേ? ഞാൻ മാത്താണ്. ഔ കർത്താവേ, എടി ഭർത്താവിന്റെ അമ്മായപ്പനാ മാത്താട്ടൻ. എനിക്ക് കണ്ടിട്ട് തീരെ മനസ്സിലായില്ലേ? അല്ല ഇത്തിരി തടി ഉണ്ടായിരുന്നല്ലോ. ഷുഗർ ശരിക്കാ കൂടി. സുസ ചായ മധുരണ്ടാട്ടാ. പിന്നെ ഞാൻ വന്നതേ എന്റെ മോളുടെ കാര്യം പറയാനാ. കാര്യം ഇപ്പൊ കുറച്ച് തെറ്റൊക്കെ അവളുടെ ഭാഗത്തുണ്ട്. അതിന് ക്ഷമ ചോദിക്കാനും അവള് തയ്യാറാ. പിന്നെ എന്തുട്ടാ പ്രശ്നം? മോനൊന്ന് ഈ കാര്യം ഒന്ന് വാർദ്ധുമായിട്ട് ചർച്ച ചെയ്യണം. ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ കല്യാണം ഒന്നുകൂടെ പുതുക്കാം. പുതുക്ക്? ആ ചടങ്ങുകളൊക്കെ ഒന്നും കൂടി നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല തന്നെ. പക്ഷെ പഴയമാതിരി പിടിവാശിക്കാരിയായിട്ട് വാർദ്ധുവിന്റെ സ്വസ്ഥത കെടുത്തുവോ? അത് വാർദ്ധുവിന്റെ അപ്പന്റെ വായനവന്റെ ഗുണതരം കൊണ്ടല്ലേ? അത് ശരിയാണ്. അല്ല ഇപ്പൊ ആ കാര്യത്തിന് ഇത്തിരി കുറവുണ്ട്. പഴയ പോലെ ഇപ്പൊ അവന്റെ അപ്പനൊന്നിനും വയ്യ. അതാണ് ആശ്വാസം. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ ഞങ്ങളൊരു ദിവസം അച്ഛനോട് സംസാരിച്ച് എല്ലാം തീരുമാനിക്കാം. ഇവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് വെറുതെ വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടുന്ന് അവനും പിന്നെ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വരില്ലേ? അത് മതി. അത് വേണമെങ്കിൽ ഞാൻ ശരിയാക്കാം. ഒക്കെ നേരെയാവും. എൻ്റെ കർത്താവേ, അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. ഔ അതൊന്നും ഇപ്പൊ വേണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ട്. ചായ എടുക്കണ്ട്. ചായ വരട്ടെ, ചായ വരട്ടെ, കുടിച്ചിട്ടേ പോണുള്ളൂ. ഇത് എവിടെ പോയി കിടക്കണ ഈ പറത്തു? ഞാൻ നല്ല രാവിലെ കണ്ടതാ, പിന്നെ അവന്റെ പൊടി കണ്ടിട്ടില്ല. ഒരു നല്ല കാര്യത്തിന് ഇവനെ അന്വേഷിച്ചാൽ കിട്ടില്ലേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ ചക്ക മീച്ച പൊതിഞ്ഞ പോലെ ഏത് നേരം ഉണ്ടാവും നമ്മുടെ കൂടെ. വല്ലാത്തൊരു സാധനം. എന്താ ആൾക്കാർ വിട്ടോ? അതെ, നമ്മുടെ അൻവറിനെ മറ്റൊരു വെട്ടി ആകെ പ്രശ്നമായി. അതെ, നിങ്ങൾ പോരെ? അല്ല നിക്ക, ഒരു കാര്യം പറയണ്ടേ. ഒരു കാര്യം പറയാൻ പറ്റിയ സമയല്ലേ ഭാസ്കര? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്ത് സാധനം അല്ല പറഞ്ഞിട്ടാ? മറ്റേ രാഷ്ട്രീയ പ്രശ്നല്ലേ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മുമ്പ് അറിയണല്ലേ. അവൻ പാർട്ടി ഓഫീസൊക്കെ കത്തിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഇവനെന്തിനെ പിന്നാലെ നടക്കണേ? 10 വയസ്സക്ക് ഉപകാരമില്ലാത്തവൻ. അവരൊക്കെ കാശുണ്ടാക്കണവരാ. അല്ല അവസാനം ഇവന് വിട്ടുകൊണ്ടുവന്നാവോ? അതിനുള്ള വഴിയാ ഉണ്ടാക്കണെന്നാ തോന്നുന്നത്. അൻവറിന് എന്തെങ്കിലും പറ്റിയ കേരളം നിശ്ചലാവും പറഞ്ഞേട്ടാ. ഈ അൻവറിന്റെ കയ്യിലൂല്ലേ കുരുത്തക്കേട്? ഞങ്ങളുടെ പാർട്ടിയിലെ പ്രധാനിയാണ് അവൻ. നിങ്ങൾ കരുതുന്ന പോലെ ചെറിയ കാര്യമല്ല. പാർട്ടി പറഞ്ഞിട്ടാണ് അൻവർ ആ ഓഫീസ് കേടുവരുത്തിയത്. കേടുവരുത്തിയപ്പോ അവരവനെ കുത്തി. അതുകൊണ്ട് തന്നെ പറഞ്ഞ അൻവറിന് എന്തെങ്കിലും പറ്റിയേ 3 ദിവസം കേരളത്തിൽ ഹർത്താലാവും. അത് ഉറപ്പാ. ഈ ഹർത്താലൊക്കെ എത്ര ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് അറിയോ നിങ്ങക്ക്? ഈ മനുഷ്യജീവന അപ്പൊ ഒരു വിലയില്ലാന്ന് പറയണേ. അത് നിങ്ങൾ ആലോചിക്കണം. നേതാക്കന്മാരെന്തെങ്കിലും പറയുമ്പോ ചാടിയങ്ങോട്ട് പുറപ്പെടരുത്. ഈ ചത്തോരുടെ കുടുംബത്തിൽ കണ്ണീരല്ലാണ്ട് വേറെ എന്തുട്ടെങ്കിലും ഉണ്ടാ? സ്വന്തം കാര്യം മാത്രം നോക്കിയാണെന്ന് എങ്ങനെ പ്രാഞ്ചേട്ട ഈ നാട് തന്നാവാ? നിങ്ങൾക്കറിയോ, പണ്ടത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ സ്വന്തം കാര്യം നോക്കി അവനെ വീട്ടിലിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് പോവാർന്നോ? ഒരു ഉദാഹരണം കൊണ്ടുവരുന്നത് അന്നത്തെ നേതാക്കന്മാർക്കൊക്കെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. എന്തുട്ടല്ലേ? ഇത് മാത്രല്ലല്ലോ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ആ കാര്യം വിടാ. അതൊന്നും പറയാനല്ല നിന്നെപ്പോ വിളിച്ചേ. പിന്നെന്തുട്ടാ? നീ ഇങ്ങനെ ഒറ്റാം തടിയായിട്ട് നടന്നാ മതിയോ? എന്താ പതിവില്ലാത്ത ചോദ്യം? നീ ചോദിച്ചതിന് മറുപടി പറയും. അതിപ്പോ എന്തുട്ടാ ഞാൻ പറയാ? ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി പൊരുതി മരിച്ചാലോന്നാ. വെറുതോ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നാ നിന്റെ ഈ പ്രാന്തൊക്കെ മാറും. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല പ്രാഞ്ചേട്ടാ. വേറെ പെണ്ണല്ലടാ ശവി, നിന്റെ ഭാര്യ. അവളിനി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നലെ മാത്യു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. എന്തുട്ടിന്? അവൾക്കിപ്പോ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറയണെന്നാ പറയണേ. ഇനി വഴക്കുണ്ടാകില്ല അത്രേ എന്ന് അവള് പറഞ്ഞോ? അങ്ങനെയാണ് മാത്യോട്ടൻ പറഞ്ഞേ. അത് പറയുമ്പോ സൂസൻ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. എനിക്ക് തോന്നുന്നില്ല. എന്റെ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അളക അവൾക്ക് വട്ട്. അങ്ങനെയൊന്നും ഇല്ലടാ. ജീവിതാനുഭവങ്ങളാണ് ഓരോരുത്തരെ പാഠങ്ങൾ പഠിപ്പിക്കണേ. നിന്റെ പെണ്ണതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. പശ്ചാത്തപിച്ചിട്ടാണ് അവളെ അപ്പനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അയാൾക്ക് എന്നെ വന്ന് കണ്ടുകൂടെ?
നീ എങ്ങനെ പ്രതികരിക്കാന്നറിയില്ലോ. നീ ഓക്കെ പറഞ്ഞ അവര് നിന്റെ കല്യാണം ഒന്നും കൂടി നടത്താനുള്ള പരിപാടിയൊക്കെയാണ്. എങ്ങനെ? അതൊക്കെ ഉണ്ടാ. ഞാൻ മാത്യു ചേട്ടനൊന്ന് വിളിച്ചോക്കട്ടെ. അയാൾ നിന്നെ വന്ന് കണ്ടോളൂ. അതെ, ഉടായിപ്പല്ലോ അത്. അല്ല എന്നിട്ട് അല്ല, നീ ഉണ്ടായിരുന്നില്ല അവിടെ. എന്റെ പാർട്ടിയുടെ ടീ പാർട്ടി ഒന്നും പറ്റില്ല, സദ്യം വെക്കേണ്ടി വരും. ആ, ഹലോ, നമ്മള് പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നീങ്ങണ. അൻവർ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കും. മറുപാർട്ടിക്ക് നമ്മൾ കനത്ത തിരിച്ചടി കൊടുക്കണം. അവിടെ സ്വന്തോ ബന്ധോ സൗഹൃദോ ഒന്നും വിഷയമല്ല. മനസ്സിലായല്ലോ? അല്ല അങ്ങനെ നമുക്ക് കാണിക്കാനും പറ്റില്ല. കേരളത്തിലെ നിലവിലുള്ള വലിയ പാർട്ടികളുടെ ഇടയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു എളുപ്പവഴിയാണത്. അൻവർ പോയാൽ കേരളം 3 ദിവസമെങ്കിലും സ്തംഭിക്കണം. പാലും പഞ്ചസാരൊന്നും നിരത്തിലിറങ്ങരുത്. ഇരുചക്ര വാഹനങ്ങൾ പോലും ഓടാനുവദിക്കരുത്. ഈയിടെയായിട്ട് ഹർത്താലൊന്നും പഴയ ഫോമിലല്ല. എന്താണ് ഹർത്താൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അൻവർ മരിച്ചിട്ടില്ലല്ലോ. നമ്മുടെ പാർട്ടിയോട് അവന് നല്ല കൂറുണ്ട്, അവൻ മരിച്ചോളും. ഇല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അൻവർ തിരിച്ചു ജീവിതത്തിലേക്ക് വന്ന അവനെ പാർട്ടിയിൽ എടുക്കും. ഉത്തരവാദിത്തമില്ലാത്ത പാർട്ടിയാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവനെ ബഹിഷ്കരിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ളൊരു ചാൻസിന് നമുക്ക് എന്ന് കിട്ടാനാ? ആ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എന്തായാലും വർദ്ധുവിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചതാ. ഇനി ഒരു പെണ്ണും കൂടി വന്ന് അതിന്റെയും കൂടി കണ്ണീര് കാണേണ്ടി വരുമോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ഇങ്ങനൊരു തീരുമാനം. പെണ്ണുങ്ങളെ കണ്ണീർ കായലിൽ നീന്തിക്കലാണല്ലോ എന്റെ പണി. ഓ ഓ അവൻ അത്രയ്ക്ക് ക്രൂരനൊന്നല്ല. വന്ന് കയറിയൊരു ശരിയാവണ്ടല്ലേ. ഹേയ്, അതിനാ അവളെന്നല്ലടാ ഇനിയും വരുന്നേ. ആ കുരുവേട്ടനെ അറിയാഞ്ഞിട്ടാ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ. എന്തായാലും ശരി, ഇനി അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്കൊരു ടൂർ പോണം എല്ലാരും കൂടി. വറുതുവിന്റെ പെണ്ണിനെ കൂട്ടി കൊണ്ടിരുന്നേ, അല്ലാണ്ട് തന്നെ അല്ല. അല്ലേ, നല്ല കൈപ്പുണ്യമുള്ളാട്ടോ ജാൻസി. അതുകൊണ്ടാണല്ലോ കുരുവേട്ട ഞാൻ വീണത്. ഓ, അതെങ്ങനെയാടാ? ആ. പെണ്ണ് കാണാൻ ചെന്നപ്പോ അവൾ ഉണ്ടാക്കി ഉണ്ണിയപ്പോ കോലപ്പൊക്കെ ഞാൻ എടുത്തു കഴിച്ചു. ആ, അതുമല്ല ബേക്കറിന്ന് അവിടെ. അതെ, അന്നേരം അവളുടെ അപ്പം പറഞ്ഞത് അത് ജാൻസി ഉണ്ടാക്കിയെന്നാ. ആ, അങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ അപ്പന്മാര് പല നുണയും പറയൂടാ. ഏയ്, അത് പറഞ്ഞിട്ട് എന്തിനാ എന്നെ നോക്കണേ? എന്റെ അപ്പൻ എന്ത് പറഞ്ഞിട്ടാ എന്നെ നിങ്ങളുടെ തലയെ കെട്ടിവെച്ചത്? നിന്റെ അപ്പന് ഫർണിച്ചറിന്റെ പണിയാന്നല്ലേ പറഞ്ഞത്? പിന്നല്ലേ മനസ്സിലായത് മഞ്ചപ്പണിയാന്ന്. മഞ്ചപ്പണിക്ക് എന്തോ ഒരു കുഴപ്പം. ഉണ്ടായിരിക്കും നീ. ഇനി അതിനെ ചൊല്ലിട്ടാവും വഴക്ക്. അല്ലല്ലോ, എന്ത് പറഞ്ഞാലും അവസാനം എന്റെ അപ്പനെ കുറ്റം പറയാനുള്ള പ്രാഞ്ചേട്ടന്റെ സ്വഭാവമാ. ഇതിപ്പോ ഞാൻ ജാൻസിനെ കൊണ്ടുവരുമ്പോഴേക്കും പ്രാഞ്ചേട്ടൻ സൂസേച്ചിനെ ഉണ്ടാക്കോ? അതിനുള്ള വെള്ളം മോനങ്ങ് വാങ്ങി വെച്ചാ മതി കേട്ടാ. എന്നിട്ടും കാര്യമൊന്നുമില്ലടാ. നാലിന്റെ നിങ്ങൾ തന്നെ പോരും. അവിടെ സുലൈമാനാ, നീ എങ്ങടാ? നീ ഇങ്ങോട്ട് വന്നാ? എന്റെ ലോട്ടറി ഒന്നും ഇല്ലേ? ഇന്നില്ലടാ. എന്നിപ്പോ കച്ചവടം നടത്തിയിട്ട് എന്താ? ഇന്ന് അങ്ങോട്ട് ഒഴിവാക്കി വേറെ പരിപാടി ഉണ്ട്. എന്താ? അല്ല സുലൈമാനെ, ഇതേ നമ്മുടെ വറുതു കൊടുന്ന് കെട്ടി തൂക്കിയതാവോ? ഈ അത് മുന്ന് പിടുത്തം വിട്ടേടാ. വർദ്ധു ഇല്ലേ, വർദ്ധു നമ്മുടെ അമ്മായിപ്പനും കൂടി സോണിയ ഫുഡിന്ന് പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സുലൈമാനെ, നീ ഇപ്പൊ ഏത് ലോകത്താ ജീവിക്കണത്? വറുതു ഇപ്പൊ ആരാന്ന വിചാരം? അവൻ പാർട്ടിയുടെ വലിയ നേതാവല്ലേ. അപ്പൊ പഴയ ആൾക്കാരൊക്കെ ഇപ്പൊ വന്നുകൂടുക. എന്ത് പാർട്ടിന്റെ നേതാവിന്റെ ചങ്ങായി? ഇപ്പൊ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളച്ച സംഘടന എങ്ങനെ പാർട്ടിയാവുക? എടാ, ആകെ കുന്നംകുളത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അതും 10-35 ആൾക്കാര്. നീ എന്താ വിചാരിച്ച്? അങ്ങനത്തെ പാർട്ടികളാണ് ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടേ ഇരിക്കുക. അവര് കുറച്ച് കഴിഞ്ഞാലേ മതത്തെ അങ്ങോട്ട് കയറി പിടിച്ച് കളി അങ്ങോട്ട് തുടങ്ങും. പിന്നെ അങ്ങോട്ട് വളർന്നോളും. മതത്തിനെ പിടിച്ചിട്ടോ? നീ നിന്റെ ചെറുപ്പത്തിലേ പൂമ്പാറ്റ എന്നുള്ള മാസിക വായിച്ചിട്ടുണ്ടോ? കേക്ക്. അതിലൊരാളുണ്ട്, കബീഷ്. അവനാ ഇപ്പൊ ഇവരുടെയൊക്കെ ദൈവം. കബീഷോ? അവൻ വിചാരിച്ചാലേ അവന്റെ വാലിങ്ങനെ എവിടേക്ക് അങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട്, എവിടേക്ക് വേണമെങ്കിൽ നീളും. വലിയ അതിശയല്ലേ അത്? എന്തൊക്കെ കേക്കണം പടച്ചോനെ. അങ്ങനെയല്ലേ ഈ പാർട്ടികളൊക്കെ രക്ഷപ്പെടണത്. അതുകൊണ്ടാണ് മൂപ്പരുടെ അമ്മായിയപ്പൻ പുറകെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ആവൂല ഭാസ്കരേട്ടാ. എത്ര വെച്ചിട്ട് ഒരു പെണ്ണിങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടുക?
അപ്പൊ ഒന്ന് സംസാരിച്ചിട്ട് തമ്മി കൂട്ടാന്ന് കരുതിയിട്ടുണ്ടാവും. ആ അല്ല, നീ അത് പറഞ്ഞപ്പോഴാ വെറുതെ ഒരു കുടുംബിനിയായാലേ ചിലപ്പോ രക്ഷപ്പെടും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓളോനെ ഒതുക്കിക്കോളും. അത് ശരിയാ. അല്ല ഈ വാല് ഈ അതിന്ന് അങ്ങോട്ട് വിട്ട ഞാൻ പെരയിടയിൽ അങ്ങോട്ട് കുടുങ്ങിയിട്ട് വേണം പോടാ അല്ല അവിടുന്ന്. കവിയുടെ വാല് പോലെ പവൻ. എടാ ഈ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഇടങ്ങേറ് പിടിച്ച സാധനം. ഏറെ കുറെ പെണ്ണ് കെട്ടിയാൽ ശരിയായിക്കോളും. പെണ്ണ് കെട്ടിയാലും തോന്നിയ വഴിക്ക് നടക്കണ എത്ര പേരുണ്ട്. എടാ അത് കേറി വരുന്ന പെണ്ണിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ആ എത്ര സുജായി ആണെങ്കിലും പെണ്ണ് തുറിച്ചൊരു നോട്ടം നോക്കിയാണ്ടല്ല തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണ എത്ര ആണുങ്ങളുണ്ടെന്ന് അറിയോ? അത് ശരിയാ. എടാ അനക്കറിയോ പടച്ചോ ഞങ്ങളെ സൃഷ്ടിച്ചതേ കണ്ണിലേക്ക് എന്തൊക്കെയോ മന്ത്രങ്ങൾ അങ്ങോട്ട് ഊതി കൊടുത്തിട്ടാ. മന്ത്രിച്ചൂത്. ആടാ അതായത് ചില മന്ത്രങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഊതിയാ കൊടുക്കും. കണ്ണ് കളഞ്ഞല്ലേ ഈ. മനസ്സിലായ കണ്ണിൽ അങ്ങനെ പറയാ എന്താ കാര്യം? എടാ എടാ ഭാസ്കര, 4 പഠിക്കണ പെൺകുട്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഈ ഒന്നും അങ്ങോട്ട് കളിയാക്കി നോക്കിയ ഓൾ അന്നെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കുമ്പോഴേക്കുണ്ടല്ലോ എത്ര വലിയ പൾസർ സുനിയാണെങ്കിലും ഓൻ അങ്ങോട്ട് അത് നീ പറഞ്ഞു ശരിയാ. പക്ഷെ അങ്ങനെ ഒരു പവറിനെ കുറിച്ച് അവറ്റയ്ക്ക് വല്ല ബോധമുണ്ടോ? പണ്ടത്തെ പോലെ അല്ല ഭാസ്കര, പെണ്ണ് ഒരുമ്പെട്ടാണ്ടല്ലോ ഒരുമാതിരി ഒരുമ്പെട്ടതാ. അല്ല അതൊക്കെ ശരിയാ. അല്ല ഇതൊക്കെ പറയപ്പോ എന്താണ്ടായി? അനക്കൊരു കാര്യം അറിയാം, വർദ്ധുവിന്റെ കല്യാണം വീണ്ടും നടക്കാൻ പോവാ. ഓന്റെ ഭാര്യ പിണക്കൊക്കെ മാറിയിട്ട് വീട്ടിൽ വരാൻ പോവല്ലേ. അപ്പോഴത്തേനും രണ്ടും കൂടി വഴക്കാവും. ഏയ് ഇനി അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഈ ജീവിതാനുഭവങ്ങളൊക്കെ കൂടി വന്നപ്പോ ഒരു പക്വത ഉണ്ടായിട്ടുണ്ടാവും. വെറുതെ വൈരാഗ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ലാന്ന് ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാവും. വെറുതെ ഇപ്പൊ പാർട്ടിയും ഹർത്താലും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ. അല്ല അൻവറൊന്ന് മരിച്ചു കിട്ടിയാ മതി, ഹർത്താൽ തുടങ്ങാന്ന് പറഞ്ഞല്ലേ നടക്കണത്. എടാ ഭാസ്കര, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഈ പാർട്ടികൾക്കൊക്കെ ജനങ്ങൾ ജീവിക്കണേക്കാളും സുഖം മരിക്കണത് തന്നെയാ. കുളം കലക്കി മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ അങ്ങനെ ഒരു പരിപാടി. അല്ല വറുതുവിന്റെ പെണ്ണ് വന്നാലേ അവനൊന്നും ഒതുങ്ങിക്കോളൂല്ലേ? എടാ വന്ന് കേറുന്ന പെണ്ണുങ്ങളുടെ പവർ പോലെ ഇരിക്കും ഓരോ കാര്യം. സ്നേഹം കൊണ്ട് കെട്ടിയിട്ടാ ഏതൊരാണാടാ പുറത്തേക്ക് പോവാ. അത് ശരിയാ, അത് ശരിയാ. ജീവിതം എന്ന ലഹരി ആസ്വദിച്ചാലേ പിന്നെ മറ്റൊരു ലഹരി ജീവിതത്തിൽ വേണ്ട. പിന്നെ എന്തിനാടാ ഇടയ്ക്കിടയ്ക്ക് ഈ രാമേട്ടന്റെ കൂടെ പോയിട്ട് വെള്ളടിക്കാൻ നിൽക്കണ്? അത് പിന്നെ പെണ്ണ് സ്നേഹിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പ്രമേഹം ഇങ്ങോട്ട് കയറ്റി വരുമ്പോഴേ ആ പ്രമേഹത്തെ അങ്ങോട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ടാ ഈ ലഹരി എങ്ങനെ കഴിക്കണ സുലൈമാനെ. അതെ ഈ ഹൃദയം അല്ല ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറയണില്ലേ, അതുപോലെ ആക്കണ്ട. അതെ ഉമ്മക്ക് രണ്ടാൾക്കും വേറെ എന്തെങ്കിലും പോയിട്ട് കുടിച്ചാലാ. എന്തിന് ഞാനാ? എടാ സുലൈമാനെ, ഞാനൊരു മുഴുക്കുടിയനല്ല. എന്റെ കരളിന് ഒരു കുഴപ്പമില്ല. അടാ എന്റെ കരളിന് അല്ലടാ കുഴപ്പം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അൻവറിനെ ഒന്ന് കാണാൻ പോവാ. ഒന്നുമില്ലെങ്കിൽ ഓനോട് ചെറുപ്പക്കാരനല്ലേ. ഞാൻ അവനോട് എത്ര പറഞ്ഞതാ ആ ജോലിയൊക്കെ ദുബായത്തെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കണ്ടെന്ന്. അവൻ കേട്ടാ? ചില ആൾക്കാർ അങ്ങനെടാ, ഒന്നിനൊരു നിക്കക്കള്ളി കിട്ടൂല. ഉദാഹരണത്തിന് എന്റെ കാര്യം നോക്ക്, ഞാൻ എന്തൊക്കെ പണിയെടുത്ത് ഇപ്പൊ ലാസ്റ്റ് എന്തായി ലോട്ടറി കച്ചവടമായില്ലേ. അതായതുകൊണ്ട് ഏത് നേരത്തെങ്കിലും ഒരു ഭാഗ്യം അടിക്കുന്നതിന് പ്രതീക്ഷ ഉണ്ടല്ലോ. എന്റെ ജോലിക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എടാ അതിലും വലിയ ലോട്ടറി പടച്ചോ വിചാരിച്ചാ കിട്ടും. എന്ത് കിട്ടണേലും മൂപ്പര് കൂടെ വിചാരിക്കണ്ടേ. അതിനെ നല്ല ഭാഗ്യം വേണം. എടാ ഞങ്ങളെ മദ്രസയില് പഠിക്കണ കാലം എന്റെ ഉസ്താദ് ഒരു കഥ പറഞ്ഞു. എന്താ കേട്ട് നോക്കിയേ? എന്ത്? ഒരു നേരിട്ട് കണ്ട കഥയാ. ഒരു കാക്ക ഇങ്ങനെ വെള്ളം താഴ്ചിട്ട് വന്നിരിക്കുക. അപ്പൊ ഒരു മണിക്കല്ല് കൊടുത്തിട്ട് കുടത്തിലിട്ടിട്ട് വെള്ളം അങ്ങനെ പൊന്തിയുന്നു. പിന്നെ ഉസ്താദ് നേരിട്ട് കണ്ടിട്ടുള്ള കഥ ഇതെന്റെ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചെറുപ്പത്തില്. അല്ലെങ്കിൽ ഓരൊക്കെ ഒന്ന് തന്നെയാണ്, നമ്മളാണ് പുറത്ത്. എന്റെ മാഷ് പറഞ്ഞ കാക്ക തന്നെയാണ് എന്റെ ഉസ്താദും പറഞ്ഞ കാക്ക. ഏത് കാക്ക? മാഷ് പറഞ്ഞത് മറ്റേ മനുഷ്യ കാക്കയല്ല, ഈ ആകാശത്ത് കൂടെ പറക്കണ കാക്ക. ആ കാക്കാന്റെ കാര്യമാണ്. അവിടെയാണ് എന്റെ മാഷ് തെറ്റിയത്. എന്റെ ഉസ്താദ് പറഞ്ഞ കാക്ക ഏതാന്നറിയോ? ഞങ്ങളുടെ വീരാങ്കാക്ക. ശരി സുലൈമാനെ നിക്കട്ടാ, നീ പോവായിട്ടേ ലോട്ടറി വിൽക്കാൻ നോക്ക്. നന്നോട് സംസാരിച്ചാലേ എന്റെ പണിയും പോവും. ഞാൻ ഇവിടെ തെണ്ടി നടക്കുന്നു. ഞാൻ ഇവിടെ കുത്തിയിരുന്നാൽ എന്റെ കച്ചവടം നടക്കും. എനക്കറിയോ അത്. ഭാഗ്യം വേണ്ടവര് ഇങ്ങോട്ട് വരും. ഭാഗ്യം വേണ്ടവരേ നിങ്ങൾ ഓടി വന്നോളെ. ഈ കാക്കാന്റെ അടുത്തേക്ക് ഞാൻ പോട്ടെന്നാ. അസല് കാക്ക.
പോലെ എങ്ങനെ ചതില് പിടിക്കണം. ആ ഇതാരാ അമ്മായപ്പനും മരുമോനോ? അതെ സംഗതി ഒക്കെ സോൾവ് ആക്കി പറഞ്ഞു. പോവാ കേറിയിരിക്കെ. ആ ചേട്ടാ വാ കേറിക്ക്. അതെ ജാൻസിയും വർദ്ധവും കൂടി ഫോണിൽ കൂടെ സംസാരിച്ചൊക്കെ അങ്ങോട്ട് സോൾവ് ആയി. ഇനി അവളുടെ വശത്തുനിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. വർദ്ധുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ? അത് മതി. കുടുംബമാകുമ്പോ ചില്ലറ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതങ്ങോട്ട് കാര്യാക്കാൻ നിക്കണ്ടെന്നാ പറഞ്ഞതേ. വലിയ ഇന്റർനാഷണൽ കാര്യം നോക്കണ്ട. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പച്ചാ. ഓരോ അനുഭവത്തിൽ നിന്നല്ലേ എല്ലാരും ഓരോന്ന് പഠിക്കണേ. ആവോ ഇത് കേട്ടാ മതിക്ക്. അപ്പളേ അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ഇടവക പള്ളിയില് നമ്മുടെ കള്ളിക്കാടൻ ഫാദറിന്റെ കാർമ്മികത്തില് ഇതാണ് നടത്താൻ വെക്ക്. അതെ ഞങ്ങള് കുറച്ചുപേരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ക്ഷണിക്കാനായിട്ട്. ഇവിടുന്ന് ഈ കുടുംബക്കാരും ഞാനും അത് മാത്രം മതി. ഇളയപ്പനും ടീമിനും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ട്രീറ്റ് കൊടുത്തോളാം. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രാഞ്ചി സൂസിനും പോയാ മതി. അല്ല അതുപോരാ, നിങ്ങള് മകളും അടക്കം ഇങ്ങോട്ട് അല്ല ഇനിയിപ്പൊ അതിന്റെ മുകളിൽ കയറി പിടിക്കണ്ട. അത് എന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഹലോ ആ മോളാണ് ജാൻസിയെ. പ്രാഞ്ചിയെ നീയൊന്ന് സംസാരിച്ചേ. ഹലോ ആ ജാൻസി കൊച്ച ഞാനാണ് പ്രാഞ്ചേട്ടനാണ്. ഇല്ല വർദ്ധൂന് വിട്ടിട്ടില്ല. നിങ്ങളൊക്കെ കൈവിട്ടാലും എനിക്കങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ ഒരു തമാശ പറഞ്ഞാട്ടാ. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഏയ് അവന്റെ വശത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ കൃത്യനിഷ്ഠ ഉണ്ടാവും. ഓക്കെ അപ്പൊ ഞായറാഴ്ച രാവിലെ കാണാം കേട്ടോ. അതെ ഇത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടിയിട്ട് മൈസൂർക്ക് ഒരു ടൂറ് പോകണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വർദ്ധുവിന്റെ കൃത്യനിഷ്ഠയെ കുറിച്ച് അവൾക്ക് ഇപ്പോഴും സംശയം. ഇനിയെങ്കിലും പറഞ്ഞതായിരിക്കണം കാര്യങ്ങൾ. വർദ്ധോ നീ കാലത്ത് മീൻ മേടിക്കാനെന്നും പറഞ്ഞു പോയിട്ട് രാത്രി കയറി വരുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതിന് പാടില്ലാട്ടാ. പിന്നെ നിന്റെ ഈ പാർട്ടി പ്രവർത്തനല്ലേ, അതിന്റെ ഇടയിൽ ഈ കുടുംബകാര്യങ്ങൾ മറന്നു പോരുന്നിട്ടാ. കേട്ടല്ലോ? കേട്ടു. കർത്താവേ രക്ഷിക്കണേ. അതെ 2 മണിക്കൂറിൽ കൂടുതൽ യാത്ര ഉണ്ട്. വേഗം അങ്ങട്. വഴിയല്ലേ. വെറുതെ നമ്മുടെ അൻവർ മരിച്ചു. എന്തുട്രാ? ഒന്നുമില്ല പ്രാഞ്ചേട്ടാ, നീ പൊക്കോ. ടൗണില് നമ്മുടെ ടീമുകളൊക്കെ കടകൾ അടപ്പിക്കുന്നുണ്ട്. വെറുതെ വരുന്നില്ലേ? അല്ല സംഗതിയൊക്കെ നടക്കട്ടെ, ഞാൻ വന്നോളാം. ഒരു മിനിറ്റ്. ഇതെന്താ സംഭവം? അല്ല അത് പാർട്ടിയുടെ നിങ്ങൾ വാ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണിത്. അയ്യേ അല്ല പാർട്ടിയുടെ ഒരു ലൈനാണ്. വാ നമുക്ക് പോവാ, പ്രശ്നമൊന്നുമില്ല. കേറ് കേറ് കേറ്, സമയമില്ല. എന്നാ അത് അഴിച്ചു വെക്കണേ. അത് കുഴപ്പമില്ല പരിപാടി. അതെ എന്നാ കേറ്. ആരാണത്? ഇല്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല, കേറിക്കോ. സ്തംഭിപ്പിക്കും കേരളമാകെ സ്തംഭിപ്പിക്കും. കേരളമാകെ സ്തംഭിപ്പിക്കും. ഒരത്യാവശ്യം നടക്കില്ല. നമുക്കൊരു രക്തസാക്ഷി കിട്ടിയ ദിവസമല്ലെന്ന്. ഈ വണ്ടി കത്തിക്കണെങ്കിൽ വിട്ടോട്ടാ. നിങ്ങളാരും ഉപദ്രവിക്കാണ്ട് വണ്ടി വിട്ടോ കേരളമാകെ സ്തംഭിപ്പിക്കും. അവൻ പറയുന്നില്ല ഇപ്പോഴും എന്താണെന്ന്. ചെറിയ പ്രശ്നങ്ങള് ഇതിനൊക്കെ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ ഹർത്താൽ കാരണം.
പാർട്ടിക്ക് ബലം കൂട്ടാൻ വേണ്ടിട്ട് എത്ര പാവങ്ങളുടെ കണ്ണീരൊഴിക്കണ്ടെന്നറിയോ? കഷ്ടം. അവനവന് വരുമ്പോ അനുഭവിക്കാം. അനുഭവിച്ചോ? ഇതൊക്കെ തന്നെ അനുഭവിച്ചോ.